ഇനി വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ സ്വർണ്ണവില കുറയാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ അതെപ്പോഴായിരിക്കും? അതായത് ചില പിന്നെ മാർക്കറ്റ് വ്യൂവേഴ്സ് പിന്നെ റേറ്റിംഗ് ഏജൻസീസ് പറയുന്നത് ഇനിയും ഒരു 30% വർധനവും കൂടി സ്വർണത്തിൻ്റെ വിലയിൽ 2026 ഉണ്ടാകുമെന്നാണ്. അതിനുശേഷമേ ഒരു കുറവുണ്ടാകും. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർ പറയണ ഇന്ത്യയിൽ ഒരു ഡിപ്രഷനോ, അതായത് ഒരു സാമ്പത്തിക ഡിപ്രഷനോ മറ്റോ ഉണ്ടാകാനുള്ള സാധ്യത അതെനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക ഡിപ്രഷൻ അൺയൂഷ്വലായിട്ട് ഉണ്ടാകുമെന്ന്. ആ റേറ്റിംഗ് ഏജൻസീസ് എന്തുകൊണ്ടാണ് അങ്ങനെ റേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പോകുന്ന രീതിയിലാണെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇന്ത്യൻ ഇക്കോണമിയിൽ ഇല്ല. തന്നെയല്ല, അടുത്ത വർഷം ലോക്സഭാ ഇലക്ഷനൊന്നും വരുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും എതിർപക്ഷക്കാരും ഒക്കെ തമ്മിലുള്ള ആ ചേരിപ്പോരിൻ്റെ ബേസിസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു ഡിപ്രഷൻ, ഒരു ലോകത്ത് ഉള്ള ഒരു ഡിപ്രഷൻ, ആഗോള ഡിപ്രഷനോ ഇന്ത്യക്കകത്തെ ഒരു ഡിപ്രഷനോ അങ്ങനെ GDPയുടെ താഴേക്കുള്ളൊരു പോക്കോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ അടുത്ത ഒരു വർഷം. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല മാഡം. പക്ഷേ ഈ പറയുന്ന ഏജൻസീസ് പറയുന്നത് പോലെ ഒരു ഡിപ്രഷൻ പോലെ, അതായത് GDP ഗ്രോത്ത് താഴേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ ഒരു പക്ഷേ സ്വർണത്തിൻ്റെ വിലയിൽ പെട്ടെന്ന് ഒരു താഴേക്ക് പോക്കുണ്ടാകാം.